മലയാളികൾ അധികമാരും പോയിട്ടില്ലാത്ത കൊടൈക്കനാലിലെ പള്ളങ്കി എന്ന് പറയുന്നൊരു ഗ്രാമവും മലമുകളിലെ സ്റ്റേയും അവിടുന്ന് ഒരു ട്രക്കിംഗ് പോയിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ്. വീണ്ടും കൊടൈക്കനാലിൽ വന്ന് പഴനിയിലെത്തിയിട്ടേ ഇടുമ്പൻ ഹിൽസും കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം സമയം വൈകുന്നേരം 5 മണിയാണ്. നമ്മൾ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് 5:30 പള്ളങ്കിയിലേക്കുള്ള ബസ് ഉള്ളത്. നമ്മൾ രാവിലെ പൂമ്പാറൈ ഗ്രാമത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിലേ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൊടൈക്കനാലിൽ വരുന്ന സമയത്ത് കൊടൈക്കനാലിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടേ ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്താൽ നല്ല ഭംഗിയുള്ള ഗ്രാമീണ കാഴ്ചയും കൃഷിപ്പാടങ്ങളും ഒക്കെ കാണാൻ പറ്റും. കൊടൈക്കനാലിൽ നിന്നും പള്ളങ്കിയിലേക്ക് 30 രൂപയാണ് ബസ് ടിക്കറ്റ്. 10 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ നമുക്ക് പോകാനുള്ളൂ. ഇവിടുന്ന് താഴോട്ട് തട്ടുതട്ടായി കിടക്കുന്ന കൃഷിപ്പാടങ്ങൾ കാണാനുണ്ട്. അങ്ങേ അറ്റത്ത് ഒരുപാട് വീടുകൾ കാണുന്നില്ലേ? അതാണ് വിൽപ്പട്ടി എന്ന് പറയുന്ന ഗ്രാമം. നമ്മൾ വിൽപ്പട്ടിയിലേക്ക് പോകുന്നില്ല. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിയിട്ടാണ് നമ്മൾ പോവുക. പള്ളങ്കി എന്ന് പറയുന്ന ഗ്രാമത്തിലും ഒന്നും അധികമാരും എത്തിപ്പെട്ടിട്ടില്ല. യൂട്യൂബിൽ വരെ വെറും 1-2 വീഡിയോ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. നമ്മൾ പോകുന്ന റൂട്ടായാലും കൊടൈക്കനാലിലെ ഏതൊരു ഭാഗത്തേക്ക് പോയാലും ഇതേപോലെ കൃഷിപ്പാടങ്ങളാണ് നമുക്ക് കാണാനുണ്ടാവുക. അവിടുന്ന് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഈ ഉണങ്ങിക്കിടക്കുന്ന മരങ്ങളൊക്കെ കണ്ടോ? അതെല്ലാം സഫർജൽ മരങ്ങളാണ്. എന്തായാലും ഇപ്പം ഇവിടെ സീസണല്ല. അങ്ങനെ കുറച്ച് ദൂരം മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മൾ പള്ളങ്കി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അറ്റം മാത്രമാണ് ബസ്സുകൾ വരിക. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കോവിലുണ്ട്. അവിടെ ഇപ്പം വിളക്ക് വെക്കുന്ന സമയമാണ്. ഇരുട്ടായതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മലമുകളിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ടാണുള്ളത്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് താഴെ ഭാഗത്തേക്കും നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്റ്റേയും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനിതാ രാവിലെ തന്നെ കാണിച്ചു തരാം. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ ടെൻറ്റ് സ്റ്റേ ആണ് വരുന്നത് കേട്ടോ. ഇതൊരു മലയുടെ മുകളിലാണ്. നമ്മൾ ഈ ഒരു സ്റ്റേയിലേക്ക് എത്തിയതിനൊരു കഥയുണ്ട്. കൊടൈക്കനാലിലെ ഉൾഗ്രാമമായിട്ടുള്ള വെള്ളഗവി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. അവിടെയും ഇതേപോലെ തന്നെയാണ്. അധികമാരും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. വെള്ളഗവി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റൂ. അതേപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിനുള്ളിൽ നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വെള്ളഗവി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാനാണ് വിചാരിച്ചത്. അവിടുത്തെ സ്റ്റേയിൽ വിളിച്ച സമയത്താണ് അവിടത്തേക്കിപ്പം പുറത്തുള്ള ആളുകൾക്ക് പ്രവേശനമില്ലാന്ന് അറിഞ്ഞത്. അങ്ങനെ അവരാണ് നമുക്ക് ഈ ഒരു പള്ളങ്കി എന്ന് പറയുന്ന ഗ്രാമത്തിലെ നമ്മൾ ഈ താമസിച്ചിട്ടുള്ള കോട്ടേജിലെ നമ്പർ തന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളതും. ഈ കാണുന്ന മരങ്ങളെല്ലാം സഫർജൽ മരങ്ങളാണ്. എന്തായാലും ഇപ്പം സീസണല്ല. സീസൺ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നാലേ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടാവും. രാവിലെ ആവുന്ന സമയത്ത് ഇതേപോലെയാണ് കാഴ്ച. എവിടേക്ക് നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ. എന്തായാലും അങ്ങേയറ്റത്തെ മലയുടെ അപ്പുറത്തു നിന്നും സൂര്യൻ ഉദിച്ചിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തണുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ രാത്രി ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു രാവിലെ ആയാലും ഒരു തണുത്ത കാറ്റുമുണ്ട്. ഗ്രൂപ്പായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ ടെൻ്റ് സ്റ്റേ മാത്രമാണ് ഉള്ളത്. ഈ കാണുന്നതേ പുത്തൂർ എന്ന് പറയുന്ന ഗ്രാമമൊക്കെയാണ്. അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളമില്ല. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. എന്തായാലും സൂര്യപ്രകാശത്തിൻ്റെ ചൂടും തണുത്ത കാറ്റും എല്ലാം ആസ്വദിച്ചുകൊണ്ടേ ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കുറച്ച് ദൂരം നടന്നാൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാനുണ്ട്. അവിടത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴി കണ്ടോ? മൊത്തമായിട്ട് പൂക്കളാണ്. ഈ ഒരു സ്ഥലവും ഇവിടുത്തെ കാഴ്ചകളും എല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ Free20 ഇൻസ്റ്റഗ്രാം പേജിനകത്ത് നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ച്. പക്ഷേ ഒരാൾക്ക് പോലും പരിചയമില്ല. ഇവിടുന്ന് കാണുന്ന കാഴ്ചയും ഒന്നും അധികം മലയാളികൾ കണ്ടിട്ടുണ്ടാവില്ല.
മഴക്കാലത്താണെങ്കിൽ ആ കാണുന്ന മലയുടെ മുകളിലൊക്കെ നമുക്ക് വാട്ടർഫാളുകളൊക്കെ കാണാനുണ്ട്. പ്രധാനമായിട്ടും പെപ്പർ വാട്ടർഫാളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ആ ഒരു മലയുടെ മുകളിലാണ് നമ്മൾ ഇന്നലെ പോയിട്ടുള്ള പൂമ്പാറയും പൂണ്ടിയും മന്നവന്നൂരും ഒക്കെ വരുന്നില്ലേ. ആ ഒരു ഗ്രാമങ്ങളെല്ലാം ആ ഒരു മലയുടെ അപ്പുറത്തും അതിനു മുകളിലും ഒക്കെ ആയിട്ടാണ്. ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു പാറയുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയാൽ നല്ല അടിപൊളി വ്യൂ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് താഴോട്ട് പോകുന്നത്. ഇതിലൊന്നും വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അധികം ആരും വന്നിട്ടില്ലാത്ത സ്ഥലമാണ്. മുന്നിൽ നടക്കുന്നതാണ് ആർത്തിരാജ. അവരുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇന്നലെ നിന്നിട്ടുള്ളത്. അവരെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ട് വരരുത്. ടെൻറ്റ് സ്റ്റേ ആണ്. അങ്ങനെ വഴിയില്ലാത്ത വഴിയിലൂടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടേ പാറ മെല്ലെ മെല്ലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇവിടുന്ന് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഒരു പാറയുടെ മുകളിൽ കയറി കുറച്ചും കൂടെ മുൻപോട്ട് നടന്നിട്ടേ ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. എന്തായാലും കഷ്ടപ്പെട്ട് താഴെ ഭാഗത്ത് ഇറങ്ങി വന്നത് എന്തായാലും നന്നായി. ഇതേപോലത്തെ ഒരു വ്യൂ കാണാൻ പറ്റിയല്ലോ. ഈ കാഴ്ചയും ഈ ഒരു ലൊക്കേഷനും ഭംഗിയും എല്ലാം നമ്മളായിരിക്കും ആദ്യമായിട്ടിങ്ങനെ കാണിക്കുന്നത്. നല്ല പോലെ കഷ്ടപ്പാടും ക്ഷമയും വേണ്ട ഒരു പണിയാണിത്. ഇതേപോലെ കല്ല് ഇങ്ങനെ അട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വെക്കുന്നതിന് എന്തെങ്കിലും ഉദ്ദേശമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഒരു പാറയുടെ മുകളിൽ ആ ഒരു കല്ല് ഇങ്ങനെ അട്ടിവെച്ചത് കാണാനേ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് താഴെ ഭാഗത്തേക്ക് കാണുന്ന കാഴ്ചകളെക്കുറിച്ചാണെങ്കിലും ഒന്നും പറയാനില്ല. അത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാനുണ്ട്. അങ്ങേ അറ്റത്തെ മലയും കുന്നും പാറയും മഴക്കാലത്താണെങ്കിൽ വെള്ളച്ചാട്ടവും അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ വട്ടമിട്ട് പറക്കുന്ന 2 പരുന്തുകളുണ്ട്. ഇവരിപ്പം കാണുന്ന ഒരു വ്യൂ എങ്ങനെയുണ്ടാവും? കുറേ കാലമായി ഒരു ഡ്രോൺ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. മുകളിൽ നിന്നും ഏതൊരു സ്ഥലം കാണുന്ന സമയത്തും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഈ കാണുന്നത് മൊത്തം സവർജൽ മരങ്ങളാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെ സവർജൽ ഉണ്ടാവുന്ന സമയത്ത് സീസണിൽ ഇവിടെ വരുവാണെങ്കിലേ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ സവർജലായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. പിന്നെ കുറച്ച് വാട്ടർഫാളും ഉണ്ട്. ഹിഡൻ വാട്ടർഫാള്, സ്ലൈഡിങ് വാട്ടർഫാള്, പള്ളങ്കി വ്യൂ പോയിൻ്റ്, ഷൂട്ടിംഗ് സ്പോട്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് പോയിട്ട് വാട്ടർഫാളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ഇപ്പോൾ വണ്ടി നിർത്തിയത് എന്തിനാണെന്നറിയോ? പെട്രോൾ വാങ്ങിയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊടൈക്കനാലിൽ മാത്രമാണ് പെട്രോൾ പമ്പ് ഉള്ളത്. പിന്നെ ഇവിടെ ബ്ലാക്കിന് പെട്രോൾ കിട്ടും. ഈ ഒരു സ്ഥലത്തേക്കൊക്കെ ശരിക്കും മഴക്കാലത്ത് തന്നെയാണ് വരേണ്ടത്. മൊത്തമായിട്ട് കോടമഞ്ഞും തണുപ്പും മഴയും എല്ലാ വൈബും ആ ഒരു സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് വന്നാൽ ഒന്ന് ഡ്രൈ ആയിരിക്കും, പക്ഷേ കാഴ്ചകളുണ്ട്. പിന്നെ കൊടൈക്കനാലിലെ ഏതൊരു ഗ്രാമത്തിലേക്ക് പോയാലും ഇതേപോലത്തെ കൃഷിപ്പാടങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഏതൊരു അങ്ങാടിയിൽ പോയാലും അവിടെയൊക്കെ ക്ഷേത്രങ്ങളും കോവിലും ഒക്കെ ഉണ്ടാവും. ഇവിടുന്ന് തിരിച്ചു പോകാൻ ഇനി 12:30-ക്കാണ് ബസ്സുള്ളത്. ആർത്തിരാജ നമ്മളോട് കൊടൈക്കനാലിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ബൈക്കിലാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ വീണ്ടും കൊടൈക്കനാൽ ലേക്കിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ ആളുകളും കൊടൈക്കനാലിൽ വരുന്ന സമയത്ത് ഈ ഒരു ലേക്കും ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങ് തിരിച്ചു പോകാറാണ് പതിവ്. നിങ്ങളുടെ പേരൊരുപാട് സ്ഥലമാ? ആർത്തിരാജ. നല്ല ഇറക്കാ. എന്തായാലും കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് വരെ ആളെന്നെ കൊണ്ടാക്കി. അതെന്തായാലും നല്ല കാര്യമായി. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് എനിക്ക് പഴനിയിലേക്കുള്ള ബസ്സും കിട്ടി. അതിനകത്ത് കയറിയിട്ട് നമ്മളിതാ 60 രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഒരു ദിവസം കൊടൈക്കനാലിലൊക്കെ താമസിച്ചിട്ടും ഒന്നും കോടമഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും പോകുന്ന സമയത്ത് ഇതാ അങ്ങേയറ്റത്ത് മലയുടെ മുകളിൽ കണ്ടോ കോടമഞ്ഞ്.
നമ്മൾ കോഴിക്കോട് നിന്നും കൊടൈക്കനാലിലേക്ക് വരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് കാണിക്കാത്ത കുറച്ച് കാഴ്ചകളാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ കാണിക്കുന്നത്. ഈ ഒരു വാട്ടർഫാൾ എങ്ങനെയുണ്ട്? ശരിക്കും ഈ ഒരു വാട്ടർഫാളും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. അതാണ് ശരിക്കും കൊടൈക്കനാലിലേക്കുള്ള എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇതേപോലത്തെ വളവൊക്കെ ഒന്ന് വളച്ച് നൂർത്തിയെടുക്കാനേ കുറച്ച് പണിയുണ്ട്. അശ്രദ്ധയൊന്ന് തെറ്റിയാൽ നേരെ താഴെ ഭാഗത്തേക്ക് അങ്ങ് പോവും. നമ്മൾ വീഴുന്നത് എത്രത്തോളം താഴെ ഭാഗത്തേക്കാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതേപോലെയാണ് ഇന്നലെ വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു വണ്ടിയുടെ ഒരവസ്ഥ കണ്ടില്ലേ? പിന്നെ മനുഷ്യന്മാരുടെ അവസ്ഥ പറയാനുണ്ടോ? ഒരുപാട് സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള ആളുകളല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായിട്ടുള്ളത്. എന്തായാലും ചുരത്തിലൂടെയാണെങ്കിലും ഏതൊരു വഴിയിലൂടെ നമ്മൾ പോകുന്ന സമയത്തും നല്ല പോലെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. അങ്ങനെ നമ്മൾ പഴനിയിലേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് 2 മല കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് പഴനി മലയും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇടുമ്പൻ ഹിൽസാണ്. ആ ഒരു ഇടുമ്പൻ ഹിൽസിൻ്റെ മുകളിൽ നമ്മളിപ്പം കയറും. എന്തായാലും പഴനി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുൻപിലെ ഓട്ടോ വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ശരിക്കും ഇടുമ്പൻ ഹിൽസിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് റൂട്ട് അറിയാത്തതുകൊണ്ടാണ് ഓട്ടോ വിളിച്ചിട്ടുള്ളത്. പഴനി മലയിലേക്ക് കയറുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇടുമ്പൻ ഹിൽസിലേക്കും പോകാനുള്ള വഴിയുള്ളത്. നമ്മൾ ഓട്ടോ ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട്. അവിടുത്തെ ചേട്ടനാണ്. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ 570 പടി 570 പണി. போயிட்டு வாங்க, போய் தொழுதுட்டு வாங்க. இவரை தொழுதுட்டு நல்லது புண்ணியம். நீங்கள் எந்த ஒரு நேர்ச்சிங்களால இவரோட பறஞ்சா எல்லா காரியம் ஜீவ நடக்கும். இவட வந்தது நம்ம மலையாளி போறவே சிங்கப்பூர், மலேசியா, லண்டன் எல்லாம் இந்த காரியம் இவரோட நேர்ச்சி வச்சாத்தா இவர் போய் அவரோட பறையும். அங்கே தான் எல்லா காரியம் நடக்கும். அவரோட பறையில எந்த ஜோடியும் கிடையாது. அது நிறைய பேருக்கு அறியல. பேர் என்ன? திருமலைசாமி. திருமலைசாமி. இங்க இதே ஊர் பழனி தான். இந்த எவ்வளவு நாளாயிட்டு இந்த கச்சவடம்? நம்மளா நம்ம இப்போ ஆரம்பத்துல இதே கச்சவடம் தான். பிறந்ததுலேருந்து இதே கச்சவடம் தான். இங்கே தான் இடத்துல கழுதியில் தான் எல்லா ஜாமனை கொண்டு போய் இது கோயில் கட்டி இடுமனை கொண்டுட்டு போறதுக்கு 1 மாசம் அவரை கொண்டு போக முடியல. பயங்கர சிலை. அவர் மண்டபத்துக்கு மேல இருக்கு. இப்ப போறீங்களா നോക്കുங்க. നമ്മളെന്തായാലും ഈ ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുന്ന് മുകളിലേക്ക് ചെരുപ്പിട്ട് നമുക്ക് കയറാൻ പറ്റില്ല. 570 ഇതേപോലത്തെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഇടുമ്പൻ ടെമ്പിളിൽ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ ആസ്വദിച്ച് നമുക്ക് കയറാൻ പറ്റും. ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് താഴെ ഭാഗത്തേക്ക് ഇതേപോലെയാണ് വ്യൂ. ഈ ഒരു വ്യൂ ഒക്കെ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ആ ഒരു മല കണ്ടില്ലേ? അതാണ് പഴനിമല. അതിൻ്റെ താഴെ ഭാഗത്തെ പാർക്കിംഗ് ആയാലും അതിൻ്റെ അപ്പുറത്തെ വയലുകളും പാടങ്ങളും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഉണ്ട് സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടത്തേക്ക് വരുന്ന ആളുകൾ വളരെ കുറവാണ്. നിങ്ങൾ ഈ ഒരു പഴനിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇടുമ്പൻ ടെമ്പിൾ എന്തായാലും വന്ന് കാണണം. അങ്ങനെ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി. ഇതാണ് ഇടുമ്പൻ ടെമ്പിള്. ഇതിൻ്റെ താഴെ ഭാഗത്തൊരു മരത്തിൻ്റെ മുകളിൽ ഇതേപോലെ തുണിയിൽ കല്ലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ആദ്യം ഇടുമ്പൻ ക്ഷേത്രത്തിൽ പോയിട്ട് വേണം മുരുകൻ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടുന്ന് താഴോട്ട് ഇതേപോലെയാണ് വ്യൂ. ഈ കാഴ്ചയും ഭംഗിയും ഒക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഇവിടുന്ന് താഴോട്ട് നോക്ക്, നമ്മൾ കയറി വന്നിട്ടുള്ള വഴിയാണ്. ആ കാണുന്നതാണ് നമ്മുടെ മുരുകൻ ടെമ്പിള്, പഴനിമല.
നമ്മൾ വന്ന് ഇടുമ്പനെ തൊഴുത് താഴോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള യാത്രയാണ്. നമ്മൾ ഇന്ന് വരെ കാണാത്ത പള്ളങ്കി എന്ന് പറയുന്ന ഗ്രാമത്തിലെ കാഴ്ചയും അതോടൊപ്പം തന്നെ ഈ ഒരു ഇടുമ്പൻ ടെമ്പിളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.